നമസ്കാരം. ഇന്നൊരു മലയാളിയുടെ കുത്തിക്കഴപ്പിനെ കുറിച്ചാണ് പറയാൻ വന്നത്. അത് മറ്റൊന്നുമല്ല, വോൾവാംടണിലെ ഒരു കെയർ ഹോം, യുകെയിലെ വോൾവാംടണിലെ ഒരു കെയർ ഹോമിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ്. ഈ പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ട് 2, 2.5 വർഷമായി. ഈ പുള്ളിക്കാരൻ വീട്ടിലൊക്കെ ഭയങ്കര ബഹളമാണ്. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് പോലീസൊക്കെ വന്ന് ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. പോലീസ് വന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഇവർ പറയും, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾ ചുമ്മാ സംസാരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഒഴിവാക്കി വിടുമായിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി ഒരു 2 വർഷം മുൻപ്, പുള്ളിക്കാരൻ 3 വർഷം മറ്റോ ആയി തോന്നുന്നു. 2 വർഷം മുൻപ് ഒരു പെൺകുട്ടി താമസിക്കാനായിട്ട്, അതായത് വാടകയ്ക്ക് താമസിക്കാൻ, നാട്ടിൽ നിന്ന് കയറി വന്നതാണ്, വാടകയ്ക്ക് താമസിക്കാനായിട്ട് ഇങ്ങേരുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇങ്ങേര് ഫാമിലി ആയിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ ഫാമിലി ആയിട്ട് താമസിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അന്തസ്സും മാന്യതയൊക്കെ കാണിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പുള്ളിക്കാരി ഈ ചങ്ങാതിയുടെ വീട്ടിൽ താമസത്തിന് വന്നത്. ഇയാളുടെ പേരോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ പേരോ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. ഇത് ശരിക്കും നടന്നൊരു ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ അത് പറയാത്തൊന്നുമല്ല, ഫാമിലിയെ ബാധിക്കും. തെറ്റ് പറ്റാത്തവർ അല്ലെങ്കിൽ തെറ്റ് ചെയ്യാത്തവരായ ആരുണ്ട് ബോബു എന്ന് പറയുന്ന പോലെ, തെറ്റുകൾ ആർക്കും പറ്റുമല്ലോ. പക്ഷേ ഇതൊരു മൂഞ്ചി തെറ്റായിപ്പോയി. അമ്മാതിരി ഒരു പോക്കൃത്തരമാണ് ഈ പുള്ളിക്കാരൻ കാണിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ പെൺകൊച്ച് താമസിക്കാനായിട്ട് വന്നു. ഈ കൊച്ചിനോട് വന്നു കയറി 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഇങ്ങേര് കയറി മുട്ടി. ഇങ്ങേര് കയറി മുട്ടി എന്ന് പറഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ, മ്ലേച്ഛകരമായ രീതിയിൽ ഈ കൊച്ചിനോട് ഒരു കളി തരുമോ എന്ന് ചോദിച്ചു. അത് പോരാഞ്ഞിട്ട് മൈ ഡിക്ക് ഈസ് ബിഗ്, ഇതെന്തോ വല്ല ആനയുടെയോ കുതിരയുടെയാണോ അങ്ങനെയുള്ള ഡയലോഗ് ഈ കൊച്ചിനോട് അടിച്ച്. കൊച്ചപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായി. ആ കുട്ടി ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോയി. പിന്നീട് ഇങ്ങേരോട് സംസാരിക്കാനോ, അറിയാലോ, നമ്മൾ ആദ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥ, വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കൂടെയൊക്കെ ആ കൊച്ച് കടന്നുപോയി. പിന്നീട് ഈ ചങ്ങാതിയോട് സംസാരിക്കാനോ ബാക്കി ഒന്നിനും, ഈ ചങ്ങാതിയോടുള്ള കണക്ഷനെ വിട്ടു. പിന്നെ ഇടയ്ക്ക് എപ്പോഴോ താമസം മാറി. ഈ കുട്ടി ആ വീട്ടിൽ നിന്ന് താമസം മാറി. വന്ന സമയത്ത് കുറച്ച് ദിവസം നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം. ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്ത്, കുറച്ച് ദിവസം മുമ്പ് പുള്ളിക്കാരൻ എന്തോ, മനുഷ്യരല്ലേ, പല രീതിയിൽ കൂടെ അല്ലെങ്കിൽ പല സ്റ്റേജിൽ കൂടെ ഓരോ മനുഷ്യനും കടന്നു പോകുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പുള്ളിക്കാരന് എന്തോ കുറച്ച് മാനസികമായിട്ട് കുറച്ച് ഡിപ്രഷനൊക്കെ ആയി. അപ്പോൾ കെയർ ഹോമിൽ ആരും എന്നോട് സംസാരിക്കുന്നില്ല എന്ന് പുള്ളിക്ക് തന്നെ ഒരു തോന്നൽ. എന്നോട് ഈ കെയർ ഹോമിൽ, അതായത് ഇവരെല്ലാവരും വർക്ക് ചെയ്യുന്നത് ഒരു കെയർ ഹോമിലാണ്. അതായത് ഈ പെൺകുട്ടി, പിന്നെ ഈ പുള്ളിക്കാരൻ, പിന്നെ ബാക്കി കുറച്ച് ആൾക്കാരും കൂടി, കുറച്ച് മലയാളികൾ വർക്ക് ചെയ്യുന്ന ഒരു കെയർ ഹോമാണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ ഒരു ചെറിയൊരു വിഷമം, എന്നോട് ആരും സംസാരിക്കുന്നില്ല, എന്നെ എല്ലാവരും അവോയ്ഡ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമവും സങ്കടമൊക്കെ ആയി. ഈ പുള്ളി പിന്നൊന്നും നോക്കിയില്ല. ഉടനെ തന്നെ ഒരു ലെറ്റർ എഴുതി. എന്നോട് ഈ കെയർ ഹോമിലെ ഒരാളും എന്നോട് സംസാരിക്കുന്നില്ല, എന്നെ എല്ലാവരും അവോയ്ഡ് ചെയ്യുകയാണ്, എന്താണെന്ന് എനിക്കറിയത്തില്ല, നിങ്ങളിതിനൊരു പരിഹാരം കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷിലൊരു ലെറ്റർ എഴുതി മാനേജ്മെൻറ്റിന് കൈമാറി. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ ഇംഗ്ലീഷുകാരും വന്നു. നോക്കിയപ്പോൾ ശരിയാണല്ലോ, പുള്ളിയോട് ആരും സംസാരിക്കുന്നില്ല, കയ്യിലിരിപ്പതല്ലേ, പിന്നെ എങ്ങനെ സംസാരിക്കും. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ ആളുകൾ വന്നു. അപ്പോൾ മാനേജ്മെൻറ്റ് കാര്യം തിരക്കാമെന്ന് വിചാരിച്ച് കെയർ ഹോമിലെ ഓരോ സ്റ്റാഫിനെയും വിളിച്ച് ചോദിച്ചു. അക്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ വിളിച്ച് ചോദിച്ചു. ഈ പെൺകുട്ടിക്ക് ഈ പുള്ളിക്കാരൻ ഇങ്ങനെ ചോദിച്ചത് പിന്നെ ഇങ്ങനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതായത് ഇങ്ങനോട് സംസാരിക്കില്ല, ഈ ചങ്ങാതി നിൽക്കണ വഴി കൂടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഈ പുള്ളിക്കാരൻ എടുക്കുന്ന ഷിഫ്റ്റ് ഈ പെൺകുട്ടി എടുക്കത്തില്ല. അങ്ങനെ ഫുള്ള് ഈ കൊച്ചി ഇവനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നടക്കണം. കാരണം ഇങ്ങനൊരു ഇൻസിഡൻ്റ് ഉണ്ടായി, ഇങ്ങനൊരു സംഭവിച്ചു. അപ്പോൾ ഇനി എന്തിനാ നമുക്ക് ആ പ്രശ്നങ്ങൾക്കും ഇതിനൊന്നും വഴിക്കൊന്നും പോകണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ അവോയ്ഡ് ചെയ്ത് നടക്കുകയാണ്. അപ്പോൾ ഈ കൊച്ചിനെ എന്താ പറയുക, എല്ലാവരുടെ അടുത്തും അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ഈ കൊച്ചിനോട് ചോദിച്ചപ്പോൾ ഈ കൊച്ചു പറഞ്ഞു, 2 വർഷം മുമ്പ് ഞാനിവിടെ വന്ന സമയത്ത് ഇങ്ങനൊരു ഇൻസിഡൻ്റ് ഉണ്ടായി. ഞാൻ അതിൽ പിന്നെ ഈ ചങ്ങാതിയോട് സംസാരിക്കാനോ ഒന്നിനും നിൽക്കാറില്ല, എനിക്ക് തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ, ഓഹോ അങ്ങനെ സംഭവിച്ചല്ലേ. മാനേജ്മെൻറ്റ് അപ്പം തന്നെ പോലീസിനെ വിളിച്ച് ഇത് കേസാക്കി. പുള്ളിയുടെ പേരിൽ കേസ് ഫയൽ ചെയ്തു. ബാക്കി അതിൻ്റെ ഫർദർ പ്രൊസീജിയറൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യുകെയിലെ നിയമം ഭയങ്കര ശക്തമാണ്. നമ്മൾ 2 വർഷമല്ല, 3 വർഷം 4 വർഷം മുമ്പ് നടന്നാലും നമ്മുടെ അടുത്തൊരാൾ മിസ്ബിഹേവ് ചെയ്തു എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ
അതിവിടെ കേസാക്കാനുള്ള വകുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ, ഈ വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഞാൻ കുറേ നേരം ആലോചിച്ചു. പിന്നെ ആലോചിച്ച് ചെയ്യാം. അതായത് എനിക്കിത് ഇടയ്ക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കര സഹതാപം തോന്നും. എന്താ പറഞ്ഞാൽ, ഒരു കൊച്ചിനോട്, ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ഇത്രയും മോശമായ ഒരാൾ എന്ന് ബിഹേവ് ചെയ്തു. എന്നിട്ട് ലെറ്ററിൽ എഴുതി പണി വാങ്ങി. ഇയാളുടെ കാര്യം ആലോചിക്കുമ്പോൾ ചിരിയും വരും. ലെറ്റർ എഴുതി പണി വാങ്ങിച്ചു. ഈ കേസ് എത്രത്തോളം നിൽക്കുന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയില്ല. കാരണം 2 വർഷം 3 വർഷം മുമ്പ് നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ ഇത് എത്രത്തോളം, അപ്പോൾ ആ സമയത്ത് കംപ്ലയിൻറ്റ് ചെയ്തുകൂടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇത് എത്രത്തോളം ഈ കേസ് നിൽക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇങ്ങനൊരു സംഭവം ഇപ്പം അടുത്ത് സംഭവിച്ചു. നമ്മുടെ ഒരു ഫ്രണ്ട് അവിടെ, നമ്മുടെ ഒരു വളരെ വലിയൊരു ഫ്രണ്ട്, വലിയൊരു ദോസ്ത് അവിടെ ആ കെയർ ഹോമിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിയാണ് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ ഇതേപോലത്തെ ഓരോ ഊളകൾ നാട്ടിൽ നിന്ന് കയറി വന്നിട്ട് ഇവിടെ ഓരോ കൊണകൾ ഉണ്ടാക്കി വയ്ക്കും. എന്നിട്ട് കിടന്നിട്ട് പോലീസിന് പിന്നാലെയും അവരുടെ പിന്നാലെ കിടന്ന് കരയും. അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ലേ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് കരയാൻ നിൽക്കും. അതൊക്കെ തന്നെ. ശരി, എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.